അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار نحمدك يا من أوضحت لنا سبل الهداية وأوسعت عن بصائرنا غشاوة الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه من سليمان وإنه بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ തന്നെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതത്തിലുടനീളം രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിലൂടെ നിരവധി അനവധി സന്ദർഭങ്ങളിൽ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വചനമുണ്ട്. പലപ്പോഴും ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും അതിൻ്റെ ഗാംഭീര്യവും മനസ്സിലാക്കാതെ, പ്രാധാന്യം ഉൾക്കൊള്ളാതെ യാന്ത്രികമായൊക്കെ പലരും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്. ഒരു വിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടമായ ഒരു വചനത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ വചനത്തിൻ്റെ പൊരുളും ആ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിലൂടെ ചുരുക്കി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാനവർക്ക് മാർഗദർശനമായി അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ
ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ അവസാന കണ്ണിയായി ലോകത്തേക്ക് കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ 23 വർഷം കൊണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും മനുഷ്യർക്ക് വഴികാട്ടിയായി, മാർഗദർശനമായി, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ ഒരു പ്രകാശഗോപുരമായി വിശ്വാസിയുടെ മുന്നിലേക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ കലാമായ റബ്ബിൻ്റെ സംസാരമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ വചനം കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം. എന്താണ് ബിസ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പൊരുളും ആശയവും എന്താണ്? എന്തിനാണ് നമ്മൾ ബിസ്മി ചൊല്ലുന്നത്? പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാറുണ്ട്. അതുപോലെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലാറുണ്ട്. പല സന്ദർഭങ്ങളിലും ബിസ്മി നമ്മൾ ഉച്ചരിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ ഉച്ചരിക്കുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാരഥന്മാരായ ആലിമീങ്ങൾ അതിന് വിശദീകരിച്ചത് കാണാം. മുസ്തഈനം ബില്ലാഹി മുൽത്തമിസൻ അൽ ബറക. ബിസ്മി ചൊല്ലതുകൊണ്ട് ഒരു മനുഷ്യൻ ഉദ്ദേശിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് ഞാൻ ഒരു വിഷയം ചെയ്യുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു പഠനം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എന്തൊരു കാര്യം നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അവൻ ബിസ്മി ചൊല്ലുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്തഈനം ബില്ലാ, അള്ളാഹുവിനോട് ആ വിഷയത്തിൽ സഹായം തേടിക്കൊണ്ടും അള്ളാഹുവിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ അനുഗ്രഹത്തെ തേടിക്കൊണ്ടും, അതുപോലെ തന്നെ ആ ആഗ്രഹത്തോടുകൂടി ഈ വിഷയം ഞാൻ ആരംഭിക്കുകയും ഞാൻ ഈ ചെയ്യുന്ന വിഷയത്തിൽ ഇതെൻ്റെ സ്വന്തം കഴിവല്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല, അള്ളാഹു നൽകിയ കഴിവ് മാത്രമേ ഉള്ളൂ, പ്രപഞ്ചനാഥൻ്റെ സഹായത്തിലാണ് ഞാൻ ഈ കാര്യം നിർവഹിക്കുന്നത് എന്ന അഭയം തേടുക എന്നതുകൂടിയാണ്, എന്ന പ്രഖ്യാപനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്തൊരു ചെറിയ കാര്യത്തിൽ പോലും ബിസ്മി ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം തേടിക്കൊണ്ടും റബ്ബിൻ്റെ അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഇതൊന്നും എൻ്റെ കഴിവല്ല, അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹവും റബ്ബ് നൽകിയ കഴിവുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന വിശ്വാസവും പ്രഖ്യാപനവുമാണ് ബിസ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകന് നൽകിയ പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ കൽപ്പന തന്നെ എന്താണ്? ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ ബിസ്മില്ല കൊണ്ട് ആരംഭിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആന്റെ തുടക്കം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇസ്ലാമികമായി, ശറഈയായി, മതപരമായി ബിസ്മി ചൊല്ലുന്നതിൻ്റെ വിധി എന്ന് പറയുന്നത്? മഹാനായ ഇമാം ബത്വാൽ റഹിമഹുല്ല പറയുകയാണ്, ഖാല ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹു തആല വഫീഹി അന്ന തസ്മിയത ഇൻദൽ ഇബ്തിദാഇ കുല്ലി അമലിൻ മുസ്തഹബ്ബ. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലൽ മുസ്തഹബ്ബാണ്, സുന്നത്തായ കാര്യമാണ്, അഥവാ പ്രതിഫലാർഹമായ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തബറുക്കൻ ബിഹാ വ ഇസ്തിശ്ഹാറൻ അന്നല്ലാഹ സുബ്ഹാനഹു വൽ മുയസ്സിറു ലിദാലിക്കൽ അമൽ വൽ മുഈനു അലൈഹി. അങ്ങനെ ചെല്ലുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആ പ്രവൃത്തിയുടെ തുടക്കത്തിൽ ബിസ്മി ചെല്ലുന്നത് കൊണ്ട് അതിലൂടെ ബർക്കത്ത് കിട്ടുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നു. ആ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം, അവൻ്റെ വാക്ക് അല്ലെങ്കിൽ അവൻ്റെ ജോലി, അതിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നു. അള്ളാഹു മാത്രമാണ് ഇതെല്ലാം നൽകുന്നത് എന്ന് ഹൃദയത്തിൽ ബോധ്യപ്പെടുത്താൻ അത്തരമൊരടിമയ്ക്ക് ഈ ബിസ്മി ചെല്ലുന്നത് കൊണ്ട് കാരണമാകുന്നു എന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, പ്രതിഫലമാണ്. അതോടുകൂടി അവൻ്റെ മനസ്സിലെ അങ്ങേയറ്റത്തെ തവക്കുലിൻ്റെ ചിന്തകളും ഉടലെടുക്കുകയാണ്. വളരെ എളുപ്പമാണ് ബിസ്മി ചൊല്ലാൻ. പലപ്പോഴും നമ്മൾ മറന്നുപോകും പല കാര്യങ്ങളിലും. ഏതൊരു നല്ല കാര്യം ചെല്ലുമ്പോഴും ബിസ്മി ചൊല്ലാം. നിസാരമായി കാണേണ്ട ഒരു വിഷയവും അല്ല അത്. കാരണം അള്ളാഹു എന്ന് പറയുന്ന നാമം ഉച്ചരിക്കാൻ, അള്ളാഹുവിന് ഒരുപാട് നാമമുണ്ട്. ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട ധാരാളം നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ, അതിൻ്റെ ആശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അള്ളാഹുവിന് അർ റഹ്മാൻ എന്ന നാമമുണ്ട്, അർ റഹീം എന്ന നാമമുണ്ട്, അൽ ജബ്ബാർ, മുത്തഖബ്ബിർ, ഇങ്ങനെ തുടങ്ങിയ അൽ വദൂദ്, അൽ ഖഹാർ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം നാമങ്ങളുണ്ട്. എന്നാൽ ഇത്തരം നാമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ലളിതമായി ഒരു വിശ്വാസിക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന നാമമാണ് അള്ളാഹു എന്ന നാമം. ആ നാമം കൊണ്ട് ഉച്ചരിക്കുന്നത് തൻ്റെ ചുണ്ടുകൾ പോലും കൂട്ടിമുട്ടാതെ ഉച്ചരിക്കാൻ കഴിയുന്ന വാക്കാണ് ബിസ്മില്ല എന്ന് പറയാം, അള്ളാഹ് എന്ന് പറയാം. അള്ളാഹ് എന്നുള്ള നാമം
അതുകൊണ്ടാണ് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുന്നുണ്ട്, ലി അന്നൽ ഇസ്തിഅമാല ഇന്നമാ കസുറ ഫീഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്കിടയിൽ ഇത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഉച്ചരിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു എന്നും ബിസ്മില്ലാ എന്നുമൊക്കെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഉച്ചരിക്കുന്നതും കൊണ്ടാണ് അത് ഇത്രയും വളരെ ലളിതമാക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. എവിടൊക്കെയാണ് നമ്മൾ ബിസ്മി ചൊല്ലുക? നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ പലതിൻ്റെയും തുടക്കത്തിൽ നമ്മൾ ആ ചെല്ലുന്ന രീതികളുണ്ട്. ഇപ്പോൾ ഒരു കത്തെഴുതുകയാണ്, ഒരു പ്രധാനപ്പെട്ട കത്തെഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കരാർ ഒപ്പുവെക്കുകയാണ്, അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശം കൈമാറപ്പെടുകയാണ്, ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് മഹല്ലിൽ അല്ലെങ്കിൽ അതുപോലെ വിശ്വാസികളുടെ ഇടയിൽ നൽകുകയാണ്. ആ സമയത്ത് അതിൻ്റെ മുകളിൽ, ആ അറിയിപ്പിൻ്റെ മുകളിൽ, ആ മെസ്സേജിൻ്റെ മുകളിൽ, ആ കത്തിൻ്റെ മുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാക്കന്മാർക്ക് കത്തയക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളുടെയും ഒക്കെ മുന്നിൽ, അതൊരു പ്രസംഗമാകട്ടെ, ഒരു ക്ലാസ് ആകട്ടെ, ആ സാഹചര്യങ്ങളിലൊക്കെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമുക്ക് കൊണ്ട് ആരംഭിക്കാൻ സാധിക്കും എന്നതാണ്. അത് അള്ളാഹു എന്ന ഏറ്റവും ശ്രേഷ്ഠമായ സവിശേഷമായ നാമം കൊണ്ട് തുടങ്ങുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് ശ്രേഷ്ഠതയുണ്ട്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്താൽ 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്, സൂറത്തു തൗബ ഒഴികെ. എന്നാൽ സൂറത്തു നംലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഗീസ് രാജ്ഞിക്ക് അയച്ച കത്തിൻ്റെ തുടക്കത്തിൽ അവിടെ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിക്കൊണ്ടാണ് ആ കത്തയച്ചത് എന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തു നംലിൻ്റെ 30-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിൻ്റെ പ്രാധാന്യവും അത് നമ്മളെപ്പോഴും ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം എന്ന് പറയുന്നതിൻ്റെ കാര്യവും പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ് മനസ്സിലാക്കിയാൽ വ്യക്തമാകും. റസൂലുള്ളാഹി പറയാണ്, മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം സുയൂത്തി, ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസിൽ കാണാം, കുല്ലു അംരി ദി ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹുവ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ട് ആരംഭിക്കാത്ത പ്രാധാന്യമുള്ള ഏതൊരു കാര്യവും വാലറ്റതാണ് എന്ന് പറഞ്ഞാൽ അതിന് ബർക്കത്തില്ലാത്തതാണ് എന്നാണ് ആ ഹദീസിലുള്ളത്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഉച്ചരിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഏതൊരു വിഷയം നമ്മൾ തുടങ്ങിയാലും അത് വാലറ്റതാണ്, അള്ളാഹുവിൻ്റെ ബർക്കത്ത്, അനുഗ്രഹം നഷ്ടപ്പെടുന്നതാണ് എന്നവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാരാജന്മാരായ പണ്ഡിതന്മാർ ആ കൗലിനെക്കുറിച്ച്, ആ വചനത്തെക്കുറിച്ച് പറയുന്നത് കാണാം. അഹ്ലി സുന്നയിൽ വളരെ അംഗീകരിക്കപ്പെട്ട, നമ്മളൊക്കെ കേട്ടൊരു തഫ്സീറുണ്ട്, ഇബ്നു കസീറിൻ്റെ തഫ്സീർ. ആ ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, തസ്മിയത്തുല്ലാഹി തആല മശ്റൂഅത്തുൻ ഫീ കുല്ലി അമലിൻ വഖൗലിൻ, ഓരോ വാക്കിൻ്റെയും ഓരോ പ്രവൃത്തിയുടെയും മുന്നിൽ ബിസ്മി ചൊല്ലുക എന്ന് പറയുന്നത് മതത്തിൽ, ശരീഅത്തിൽ നിയമമാക്കപ്പെട്ടതാണെന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഖൗലായി കാണാം, അള്ളാഹുവിൻ്റെ നാമം ഏതൊരു തുച്ഛമായ, ഏതൊരു ചെറിയ വിഷയത്തിൽ പോലും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചൊല്ലുന്ന മനുഷ്യന് അതിൽ വർധനവ് കിട്ടാതിരിക്കില്ല. അതൊരു കച്ചവടമാണെങ്കിലും, ഇനിയൊരു യാത്രയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ വിഷയത്തിൽ, ആ യാത്രയിൽ അവന് കിട്ടാതിരിക്കുകയില്ല. ഏതൊരു ഭയപ്പാടിലും അവൻ ബിസ്മി ചൊല്ലിയാൽ അത് കാരണം ആ ഭയപ്പാട് അവനിൽ നിന്ന് നീങ്ങാതിരിക്കുകയില്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ബിസ്മി ചൊല്ലുമ്പോൾ ഈ ഒരർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സഹായം, എൻ്റെ കഴിവല്ല, അള്ളാഹുവിൻ്റെ കഴിവും റബ്ബിൻ്റെ സഹായവും എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിർവഹിക്കേണ്ട വളരെ പ്രൗഢമായൊരു വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിങ്ങനെ യാന്ത്രികമായി ചൊല്ലിപ്പോകേണ്ടതല്ല, അത് നമ്മൾ മറന്നു പോകേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കേണ്ട ഒരു വാക്കാണത്. അത്തരം ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ നിത്യവും എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ സന്ദർഭങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, എത്ര തവണ നമ്മളൊരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും? ആ പുറത്തേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
എന്താണ്? അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നു. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് മനസ്സിൽ ഉറച്ചു പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൻ പോകുന്ന കാര്യത്തിൽ അള്ളാഹിൻ്റെ ബർക്കത്തുണ്ടാകും, അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകും. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു, ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി ഖറജിന വഅലല്ലാഹി റബ്ബന തവക്കൽന. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പുറപ്പെട്ടു, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ ഞാൻ ബരമേൽപ്പിക്കുന്നു. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, രാത്രിയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വീട്ടിൽ ഒരുപാട് മര്യാദകൾ പറഞ്ഞു. ബിസ്മി ചൊല്ലി കഥ കടക്കണം, പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ്. പാത്രങ്ങൾ മൂടി വെക്കണം, പല സാംക്രമികമായ രോഗങ്ങളും പകരാനത് കാരണമാണ്, അതല്ലെങ്കിൽ. അതുപോലെ തന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ പാത്രങ്ങൾ മൂടി വെക്കുക, തോൽപാത്രത്തിന്റെ വായ കെട്ടിവെക്കുക, അതുപോലെ വാതിലുകൾ അടയ്ക്കുക, വിളക്കുകൾ കെടുത്തുക, തീയിട്ടുകൊണ്ട് ഉറങ്ങാൻ പാടില്ല, ഇങ്ങനെയുള്ള നിയമങ്ങൾ, ജനാലകൾ അടയ്ക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മര്യാദകൾ, ഒരു വീട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ പറയുമ്പോഴൊക്കെ അവിടൊക്കെ ബിസ്മി ചൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ചൊല്ലിയാലോ പിശാച് കെട്ടഴിച്ചു വിടുകയോ വാതിൽ തുറക്കുകയോ പാത്രം തുറക്കുകയോ ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ് ബിസ്മി ചൊല്ലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് റസൂലുള്ളാഹി. പിന്നെ എപ്പോഴും നമ്മൾ നിർവഹിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. പലരും അതൊക്കെ മറന്നുപോകും, അല്ലെ? അഥവാ മറന്നാൽ പോലും ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയണം, അല്ലെ? അവിടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല അഹദുക്കും ഫൽയദ്കുർ ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണവും പാനവും ചെയ്യേണ്ടത് എന്ന് കാണാം. എത്രയേറെ ഒരു ഭാര്യ ഭർത്താവ് ദാമ്പത്തികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവന്റെ ഭാര്യയിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും പറഞ്ഞു, അമാലൗ അന്ന അഹദുഹും യഖൂലു ഹീന യഅതി അഹ്ലഹു ബിസ്മില്ലാഹ്, ആ സന്ദർഭത്തിൽ പോലും ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കണം. അങ്ങനെ ആരംഭിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന കുഞ്ഞിനെ പിശാച് ഉപദ്രവിക്കുകയില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് സഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ കാണാൻ കഴിയും, അവിടുത്തെ സഹീഹിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ബിസ്മി ചൊല്ലണം. സത്റുമാ ബൈന അഅ്യുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദം, ആദം മക്കളുടെ ഔറത്തും പിശാചും തമ്മിലുള്ള ആ മറ എന്ന് പറയുന്നത് ബിസ്മിയാണ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കലാണ് എന്ന് കാണാം. ഇദാ ദഖല അഹദുഹുൽ ഖലാ, നിങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ അയ്യഖൂല ബിസ്മില്ല, ബിസ്മില്ല പറയണം എന്ന് ഹദീസിലുണ്ട്. രാവിലെയും വൈകുന്നേരവും നമ്മൾ അദ്കാറു സബാഹിലും മസാഹിലും നിർവഹിക്കാൻ പറഞ്ഞ ദിക്റുകളില്ലേ, ആ ദിക്റുകളിൽ ക്ഷുദ്രജീവികളുടെ ഉപദ്രവത്തെ തടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അതുപോലെ നിങ്ങൾ നിർവഹിക്കണം, മസായിലും ലൈലിലും നിർവഹിക്കണം, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നമ്മുടെ നാട്ടിലൊക്കെ പാമ്പിൻ്റെ ഉപദ്രവങ്ങൾ, പാമ്പിൻ്റെ അതുപോലെ തന്നെ വിഷജീവികളുടെ കടികൾ, അതൊക്കെ ഭയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. എപ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. പല ജാഗ്രതകളും നമ്മൾ ആ വിഷയത്തിലൊക്കെ എടുക്കാറുണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ പ്രാർത്ഥനകൾ, അല്ലെ, നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇത് ശീലിപ്പിക്കണം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ നമ്മൾ പ്രാർത്ഥിക്കണം. ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള യാതൊരു വസ്തുവും ആരുടെ നാമം കാരണത്താൽ, അള്ളാഹുവിൻ്റെ നാമം കാരണത്താൽ ഉപദ്രവിക്കുകയില്ല എന്ന പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിക്കണം. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും വഹുവസ് സമീഉൽ അലീം, അള്ളാഹുവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉപദ്രവവും ആ നിലക്കുണ്ടാവുകയില്ല. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇൻദൽ റുകൂബ്, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ബിസ്മില്ലാ വൽഹംദുലില്ലാ വയുകബ്ബിറു സലാസൻ, 3 തവണ ഇത് 3ഉം പറയണം. അതിനുശേഷമാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ തുടങ്ങിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ, പായയിലേക്ക് പോകുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ആ ഉറക്കയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കുളിക്കുമ്പോഴും ഉളൂ ചെയ്യുമ്പോഴുമുള്ള പ്രാർത്ഥന നോക്കൂ, അവിടെയും ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞു. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഉളൂ ചെയ്യണം, ബിസ്മി ചൊല്ലിക്കൊണ്ട് കുളിക്കണം എന്ന് ഹദീസുകളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് സഹോദരങ്ങളെ ബിസ്മി ചൊല്ലുന്ന രൂപം? ഇത്തരം പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഹദീസിലുള്ളത്. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉളൂ ചെയ്യേണ്ടത്. അവിടെ ഒന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണ്ട. ഹദീസുകളിൽ പറഞ്ഞതുപോലെ നമ്മൾ ശീലമാക്കണം. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടത് എവിടാണ്? നമ്മൾ കത്തെഴുതുമ്പോൾ പ്രവാചകന്റെ ഹദീസുകളിലുണ്ട്.
അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും നമ്മൾ ചൊല്ലണം. ഈ നിലക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ കാണാൻ കഴിയും. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ തന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അള്ളാഹു എന്ന നാമം. ആ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കണം. അത് ആരംഭിക്കുന്നത് കൊണ്ട് റബ്ബിൻ്റെ ബർക്കത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അതുപോലെ റബ്ബിൻ്റെ കഴിവാണെന്ന് പ്രഖ്യാപിക്കലും റബ്ബിൽ തവക്കുലാക്കലും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്കത് കാരണമാകും എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ബിസ്മി ചെല്ലുന്ന രൂപം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ സമൂഹത്തിൽ ഇന്ന് ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ട വിശ്വാസി പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം കാണിക്കുന്നവർ പോലും, ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ പോലും ബിസ്മിയുമായി ബന്ധപ്പെട്ട് ധാരാളം ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ, മതത്തിൽ പുതുതായി കൊണ്ടുവന്ന, പ്രവാചകനോ പരിശുദ്ധ ഖുർആനോ പഠിപ്പിക്കാത്ത, സഹാബത്ത് മനസ്സിലാക്കാത്ത, മതത്തിലില്ലാത്ത പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വാക്കുകളിലും പ്രവൃത്തികളിലും കൊണ്ടുവരുന്നതായി ഇന്ന് നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായിരിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇതിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ആളുകളുടെ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങളുമായി പോകുന്ന ആളുകളെയും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിന് ഇത്രയൊക്കെ മഹത്വമുണ്ടെങ്കിലും പ്രമാണങ്ങൾക്ക് പിൻബലമില്ലാത്ത പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ ആചാരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണം. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. പുതുതായി ഉണ്ടാക്കിയ മതത്തിൻ്റെ പേരിൽ പുതുതായി ഉണ്ടാക്കിയതെല്ലാം വഴികേടാണ്. ആ വഴികേടെല്ലാം ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ് എന്ന പ്രവാചകന്റെ ശക്തമായ താക്കീത് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയുണ്ടാകണം. അതിലൊന്നാണ് 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം അതിൻ്റെ അഭിജത അക്ഷരങ്ങളുടെ കണക്കുകളൊക്കെ കൂട്ടിയിട്ട് അതിന് ചുരുക്കമാണെന്ന് പറഞ്ഞ് 786 എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ആക്കിയിട്ട് അതിങ്ങനെ വീടുകളിൽ എഴുതി തൂക്കുക, വാഹനത്തിൽ തൂക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണത്തിനൊക്കെ ക്ഷണക്കത്തിൽ, അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പ്രതിഫലം കിട്ടും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ് അതിന് പകരമാണെന്ന് പറഞ്ഞ് ഈ 786 എന്ന് പറഞ്ഞൊരു കണക്ക്, ഒരു നമ്പർ ഇങ്ങനെ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിക്കാറുണ്ട്. പലരും അതിങ്ങനെ ഏറ്റെടുത്ത് കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെ ഒരു മാർഗം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനൊരു നമ്പർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് പകരം ഹദീസുകളിലില്ല. അത് മഹാന്മാരായ സഹാബത്ത് ആരും ഈ സമൂഹത്തിൽ പഠിപ്പിക്കാത്ത, മതത്തിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ആചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് അങ്ങനെ എഴുതിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ കൂലി കിട്ടുക? അങ്ങനെയാണെങ്കിൽ അത് സഹാബത്ത് ചെയ്യണ്ടേ? അത് പ്രവാചകൻ പഠിപ്പിക്കണ്ടേ? ഇതിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തോന്നുന്ന ഓരോന്ന് സമൂഹത്തിൽ ഉണ്ടാക്കി വിടുക, ആളുകൾ, കുറേ ആളുകൾ, നിരക്ഷരരായ ആളുകൾ അല്ലെങ്കിൽ ജാഹിലീങ്ങളായ ആളുകൾ അത് ഏറ്റെടുക്കുക, അത് സമൂഹത്തിൽ വ്യാപകമാക്കുക, അത് മതത്തിൻ്റെ ഭാഗമാക്കുക. മറ്റു മതസ്ഥർ പോലും വിചാരിക്കുന്നത് 786 എന്ന് പറയുന്ന നമ്പർ ഇസ്ലാമിൽ എന്തോ ഒരു പ്രത്യേകതയുള്ള നമ്പരാണ് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ കാണാൻ കഴിയും. അതൊരു സുന്നത്തായ കാര്യമല്ല, പുണ്യമായ കാര്യമല്ല. അത് മതത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുമ്പോൾ അത് ബിദ്അത്താണ്, നരകത്തിൻ്റെ വഴിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖത്മ് തീർക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. ചില ആളുകൾ ഇങ്ങനെ ഒത്തുകൂടി 10,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം ചൊല്ലി അതിനുശേഷം മരിച്ചവർക്ക് ഹദിയ ചെയ്തു കഴിഞ്ഞാൽ ആ സമ്പ്രദായം കൊണ്ട് മരണപ്പെട്ട വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നും അതിൻ്റെ പുണ്യം കിട്ടുമെന്നും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ആചാരം മതത്തിൻ്റെ പേരിൽ ഒരു അമല് ഇന്നുണ്ടാക്കിയിട്ടുണ്ട്. പല ആളുകളും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിയിട്ട് അല്ലാതെ ഖുർആൻ ഓതിയാൽ ബിസ്മി ചൊല്ലിയാൽ കൂലി കിട്ടും. പക്ഷേ ഇത്തരം ഒരാചാരം അള്ളാഹുവിൻ്റെ പ്രവാചകനോ സഹാബത്തോ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും പഠിപ്പിക്കാത്തതാണ്, സ്വഹീഹായി വരാത്തതാണ്.
അതുകൊണ്ട് തന്നെ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊന്നാണ്, ബിസ്മി എഴുതിയ തകിടുകളും ഉറുക്കുകളുമൊക്കെ ആളുകൾ കെട്ടുകയും അതിങ്ങനെ ഏലസിലാക്കി കെട്ടുകയും അതുപോലെ കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിൽ പുണ്യം പ്രതീക്ഷിക്കുക, ഇന്ന ഉപദ്രവം നീങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാശിക്ഷകൾ അള്ളാഹുവിൻ അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കുക പോലും ചെയ്യുന്ന രൂപത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെയും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ട വചനമാണ്. അതൊരിക്കലും തകിടുകളിൽ കെട്ടിത്തൂക്കി അതിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കുന്ന അത്തരം സമ്പ്രദായങ്ങൾ, കണ്ണേറിൽ നിന്നുള്ള രക്ഷ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം തകിടുകളുമായി നടക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അത് ഇസ്ലാമികമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മിയില്ല, അവിടെ നിർബന്ധപൂർവ്വം ബിസ്മി ചെല്ലുക എന്ന് പറഞ്ഞാൽ, അവിടെ നിർബന്ധപൂർവ്വം ബിസ്മി ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബിസ്മി ഓതുക എന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമികമായി ശരിയായ ഒരു രീതിയല്ല എന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക. അവിടെ ബിസ്മി ചെല്ലൽ സുന്നത്തില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബിസ്മി എണ്ണം നിശ്ചയിച്ച് ചെല്ലൽ. 1200 തവണ ബിസ്മി ചെല്ലുന്നവർക്ക് ഞെട്ടിക്കുന്ന പുണ്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്നത്. ബിസ്മി 1200 തവണ. ഈ എണ്ണമൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്നറിയില്ല. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സ്വഹീഹായ ഒരു രേഖയിലുമില്ല. പിന്നെ ഓരോ എണ്ണം ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നത് ഏതെങ്കിലുമൊക്കെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസവും കർമ്മവും ചൂഷണം ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകളൊക്കെ വിട്ട് കുറേ സബ്സ്ക്രൈബിനെ കിട്ടും, അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുന്ന കുറേ ആളുകളെ കിട്ടും, അവരുടെ വിശ്വാസവും അവരുടെ സമയവും വേസ്റ്റ് ആക്കുന്ന പണികൾ ഒരുപാട് ആളുകൾ പുരോഹിതന്മാർ നടത്തുന്നുണ്ട്. 1200 തവണ ബിസ്മി ചൊല്ലിയാൽ ഞെട്ടിക്കുന്ന പുണ്യങ്ങളൊക്കെയാണ് പറയാം. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അതിൽ പെട്ടുപോവുകയാണ്. സഹോദരങ്ങളെ, പ്രമാണങ്ങളില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മളാരും ചെയ്യാൻ പാടില്ല എന്നത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആവശ്യം നേടാൻ വേണ്ടി 786 തവണ ചെല്ലുക ബിസ്മി. അത്തരം ഒരു സമ്പ്രദായവും സമൂഹത്തിൽ നിന്ന് വ്യാപകമായി വ്യാപിച്ചിട്ടുണ്ട്. 786 തവണ. ഈ 786 ബിസ്മിക്ക് പകരമായി ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ആ ഒരു കണക്കെടുത്തിട്ട് അത്രയും തവണ ഏതെങ്കിലും ഒരു ആവശ്യം ആർക്കെങ്കിലും ഉണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായി, മക്കളില്ല, അല്ലെങ്കിൽ ജോലിയില്ല, അല്ലെങ്കിൽ കച്ചവടത്തിൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ഇത്തരം ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ 786 തവണ ബിസ്മി ചൊല്ലൂ, നിങ്ങളുടെ പ്രയാസം മാറും. ആരാണ് സഹോദരങ്ങളെ ഇത് പഠിപ്പിച്ചത്? ജീവിതത്തിൻ്റെ എന്ത് പ്രയാസമുണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് പ്രതിസന്ധികളാണെങ്കിലും ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി റബ്ബിനോട് തേടിയാൽ അല്ലാഹു കേൾക്കൂലേ ആ പ്രാർത്ഥന? രോഗം കൊണ്ട് പ്രയാസമായ സമയത്ത് അയ്യൂബ് നബി പ്രാർത്ഥിച്ചതല്ലേ, ലോകരക്ഷിതാവായ റബ്ബിലേക്ക് കയ്യുയർത്തി എല്ലാവരും പരിഹസിച്ചപ്പോഴും നാദാ നീ എൻ്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച അയ്യൂബ് നബിയുടെ ചരിത്രം കാണുന്നില്ലേ? വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തും ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് ആ സമയത്ത് പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന് റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതല്ലേ ഇസ്ലാമിൻ്റെ മാതൃക. അല്ലാതെ അവിടെ 786 തവണ മാറിയിരുന്ന് ബിസ്മില്ലാഹി എന്ന് ചൊല്ലിയാൽ അത് മാറുമെന്ന് ആര് പഠിപ്പിച്ചു? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ടോ? നസ്സുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ ആളുകൾക്ക് തോന്നുന്ന രൂപത്തിൽ മതത്തിൽ പുതുതായി കാര്യങ്ങളുണ്ടാക്കി ആളുകളെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. മറ്റൊരു കാര്യമാണ് 186 തവണ ബിസ്മിയെ ഓതി വെള്ളത്തിലൂതി കുടിക്കുക എന്ന ചില ആളുകൾ പുരോഹിതന്മാർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ മതത്തിലില്ലാത്ത കാര്യമാണ്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബിസ്മി ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച അനവധി പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞതുമല്ലാത്തതുമായ നമ്മുടെ പ്രാർത്ഥനയുടെ പുസ്തകത്തിലുണ്ട്. നമ്മൾ ആ ആപ്പുകളിൽ നോക്കൂ. ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്ന എത്രയോ പ്രാർത്ഥനകൾ. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ശൗചാലയത്തിലേക്ക് കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഭാര്യഭർത്തൃ ബന്ധത്തിൽ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ നിഖിലമണ്ഡലങ്ങളിലും പ്രാർത്ഥനകളായി നാവുകളിൽ ഉരുവിടാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സ്വഹീഹായ പ്രാർത്ഥനകളിൽ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ സ്ഥിരമായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വെളിച്ചം ഉത്തരക്കടലാസ് സ്വീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഈ മാസം 31-ാം തീയതി വരെ മാത്രമാണ്. എല്ലാവരും അത് നൽകാനുള്ളവർ തീർച്ചയായും അത് ഗൗരവത്തിലെടുത്ത് അതിൻ്റെ ആളുകൾ പിന്നാലെ നടക്കുന്നൊരവസ്ഥ മാറ്റി. നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ അമാനത്താണ്. നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും തന്നാൽ പിന്നെ അത് നൽകിയ ആളുകൾ ഇങ്ങനെ ചോദിച്ച് നടക്കുന്നൊരവസ്ഥയല്ല. ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഇത് ഞാൻ കൃത്യമായി എഴുതി അവിടെ ഏൽപ്പിക്കുക എന്നുള്ളത്.
ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അല്ലേ പലപ്പോഴും അത്തരം പരാതികൾ നമ്മൾ കേൾക്കാറുണ്ട്. അതൊരിക്കലും ഉണ്ടാകരുത്. ആ അമാനത്ത് കൃത്യമായി നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ മുൻകൈയെടുത്ത് കൃത്യമായി അത് നൽകാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ രോഗികളായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളികളിൽ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ പ്രവർത്തകരായ അതുപോലെ നമ്മുടെ സഹോദരങ്ങളായ പല ആളുകളും ഇപ്പോൾ പള്ളികളിലേക്ക് പോലും വരാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്. രോഗം കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ആ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും പൂർണ്ണമായ ആഫിയത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും പള്ളിയിലേക്ക് വരാനും നമ്മളോടൊപ്പം വിവാദത്തിൽ പങ്കുചേരാനുമുള്ള തൗഫീക്കിനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു പൂർണ്ണമായ നിർഭയത്വത്തെ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പൂർണ്ണമായ അമ്നിനെ നീ അവർക്ക് നൽകിയിരിക്കണേ റഹ്മാനെ. സ്വതന്ത്ര രാജ്യത്തെ അള്ളാഹുവെ നീ അവർക്ക് നൽകണേ റഹ്മാനെ. വിശപ്പിനുള്ള ഭക്ഷണം അള്ളാഹുവെ നീ അവർക്ക് നൽകണേ റഹ്മാനെ. അവരുടെ കാൽപാദങ്ങൾക്ക് നീ ശക്തി പകരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.